ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണം 8-ാം ദിവസം പാരായണത്തിൻ്റെ കഥ കേട്ടാലോ. വനയാത്രയ്ക്ക് പുറപ്പെട്ട സീതാരാമ ലക്ഷ്മണന്മാരോടും സുമന്ത്രരോടും കൂടെ അയോധ്യവാസികളും കരഞ്ഞുകൊണ്ട് പിന്നാലെ പിന്തുടർന്നു. അങ്ങനെ രാമലക്ഷ്മണന്മാർ തമസാ നദിയുടെ തീരത്തെത്തി. അന്ന് രാത്രി അവിടെ താമസിക്കാൻ നിശ്ചയിച്ചു. വെറും വെള്ളം മാത്രം കുടിച്ച് സീതാസമേതനായി ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ശ്രീരാമചന്ദ്രൻ കിടന്നുറങ്ങി. ലക്ഷ്മണൻ സുമന്ത്രരോടുകൂടി വില്ലും ശരവും ധരിച്ച് ഉറങ്ങുന്ന അവർക്ക് കാവൽ നിന്നു. അതേസമയം അർദ്ധരാത്രിയായപ്പോൾ ശ്രീരാമചന്ദ്രൻ എഴുന്നേറ്റ് സുമന്ത്രരോട് പറഞ്ഞു, നമുക്കിപ്പോൾ തന്നെ പോകാം. കാരണം രാവിലെയായാൽ അയോധ്യവാസികൾ എൻ്റെ കൂടെ തന്നെ വരണമെന്ന് ശാഠ്യം പിടിക്കും. അത് ശരിയാവുകയില്ല. അവരെ വിഷമിപ്പിക്കാനും എനിക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ പുറപ്പെടാം. വേഗം തേരൊരുക്കൂ. അങ്ങനെ സുമന്ത്രർ തേര് തയ്യാറാക്കി കൊണ്ടുവന്നു. അവർ 3 പേരും തേരിൽ കയറി അയോധ്യയിലേക്കുള്ള വഴിയിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ച് തേർ തിരിച്ച് തെക്ക് ഭാഗത്തേക്ക് വളരെ വേഗം പോയി. കാരണം ഈ തേര് ഉരുണ്ടുപോയ ആ ഒരു അടയാളം നോക്കി അയോധ്യവാസികൾ ഞങ്ങൾ അയോധ്യയിലേക്ക് തിരിച്ചു പോയി എന്ന് വിചാരിച്ച് അവർ തിരിച്ച് അയോധ്യയിലേക്ക് തന്നെ പോകാനായിട്ട് രാമൻ ചെയ്തതാണിത്. എന്തായാലും രാവിലെയായപ്പോൾ അയോധ്യവാസികളെല്ലാം ഉറക്കമെണീറ്റ് നോക്കിയപ്പോൾ രാമനെ കാണാതെ അത്യന്തം ദുഃഖിച്ചു. തേർചക്രം ഉരുണ്ടുപോയ വഴിയിലൂടെ സഞ്ചരിച്ച് അവർ നേരെ തന്നെ പോയി. ആ തേർചക്രം തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞത് അവർ ശ്രദ്ധിച്ചില്ല. അങ്ങനെ അവരൊക്കെ അയോധ്യയിലേക്ക് എത്തിച്ചേർന്നു. പക്ഷേ അപ്പോഴാണ് മനസ്സിലായത് തങ്ങളെ കൂടാതെ രാമലക്ഷ്മണന്മാർ വനത്തിലേക്ക് പോയി എന്ന്. എന്തായാലും രാമനെയും സീതയെയും ലക്ഷ്മണനെയും ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് അവർ തങ്ങളുടെ പിന്നീടുള്ള ജീവിതം ജീവിച്ചു തീർക്കുകയാണ്. സുമന്ത്രർ അതിവേഗം തേര് ഓടിച്ച് വൈകുന്നേരമായപ്പോൾ ഗംഗാതീരത്തുള്ള ശൃംഗിവേൽ തീരത്ത് എത്തിച്ചേർന്നു. 3 പേരും ഗംഗയിൽ നമസ്കരിച്ച് അതിൽ സ്നാനം ചെയ്തു. രാമനും സീതയും ഒരു ഇരുൾ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നു. അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടാൻ നിശ്ചയിച്ചു. ശൃംഗിവേൽപുരത്തെ രാജാവാണ് ഗുഹൻ. തൻ്റെ സ്നേഹിതനും സ്വാമിയുമായ രാമൻ വന്ന വിവരമറിഞ്ഞ് സന്തോഷത്തോടെ കാഴ്ചദ്രവ്യങ്ങളുമായി രാമനെ കാണാൻ വന്നു. ഗുഹൻ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ശ്രീരാമചന്ദ്രൻ ഗുഹനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു. ഗുഹനോട് ക്ഷേമാന്വേഷണം നടത്തി. കൂപ്പുകൈയോടെ ഗുഹൻ പറഞ്ഞു, രഘുത്തമ, ഇന്ന് അങ്ങയുടെ ദേഹസ്പർശം കൊണ്ട് എൻ്റെ കാട്ടാള ജന്മം സഫലമായി. അങ്ങ് ഈ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നവനാണല്ലോ. ഇവിടുത്തെ ദാസനായ എൻ്റേതാണ് ഈ കാട്ടാള രാജ്യം. ഇത് ഇനി മുതൽ അങ്ങയുടേതാണ്. അങ്ങേക്ക് ഇവിടെ താമസിക്കാം. ഈ രാജ്യത്തെയും ഞങ്ങളെയും പരിപാലിക്കാൻ കാരുണ്യമുണ്ടാകണം. നമുക്ക് എൻ്റെ ഗൃഹത്തിലേക്ക് പോകാം. എൻ്റെ അപേക്ഷ സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണം. ഇത് കേട്ട് സന്തുഷ്ടനായ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, സ്നേഹിത, ഞാൻ പറയുന്നത് കേൾക്കൂ. 14 കൊല്ലം എനിക്ക് വനവാസമാണ്. അത്രയും നാൾ ഞാൻ ഒരു നഗരത്തിലും പ്രവേശിക്കില്ല. അങ്ങ് എൻ്റെ സ്വന്തമായതുകൊണ്ട് അങ്ങയുടെ രാജ്യം എൻ്റേതു തന്നെയാണ്. അങ്ങ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. ഇപ്പോൾ അങ്ങ് കുറച്ച് പേരാലിൻ്റെ പശക്കറ കൊണ്ടുവരൂ. ഞങ്ങൾക്ക് ജട പിരിക്കാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഗുഹൻ പേരാലിൻ്റെ പശ കൊണ്ടുവന്നു. അതുപയോഗിച്ച് രാമനും ലക്ഷ്മണനും ജട പിരിച്ച് മേലോട്ട് കെട്ടിവെച്ചു. അന്ന് രാത്രിയും വെള്ളം മാത്രം കുടിച്ച് രാമൻ സീതയോടൊന്നിച്ച് ഇരുൾ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങി. ദർഭപ്പുല്ലുകൊണ്ടും വൃക്ഷങ്ങളുടെ ഇലകൾ കൊണ്ടും ലക്ഷ്മണൻ ഒരു മെത്തയുണ്ടാക്കി. അതിലാണ് രാമനും സീതയും രാത്രി ഉറങ്ങിയത്. എന്നാൽ അരമനയിലെ സ്വർണ്ണക്കട്ടിലെന്ന പോലെ സുഖമായി അവർ ഉറങ്ങി. ലക്ഷ്മണൻ സുമന്ത്രരോടും ഗുഹനോടും ഒന്നിച്ച് രാമനും സീതയ്ക്കും കാവൽ നിന്നു. ഈ നേരത്ത് ഗുഹൻ തൻ്റെ സ്വാമിക്ക് വന്ന ദുർവിധിയെ ഓർത്ത് അതിനെ കാരണക്കാരായ മന്ദരയെയും കൈകേയിയെയും ശപിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, അരുത്, അങ്ങനെയൊന്നും പറയരുത്. അവനവൻ്റെ ദുഃഖത്തിനു കാരണം അവനവൻ്റെ തന്നെ കർമ്മഫലമാണ്. ഇങ്ങനെ ലക്ഷ്മണൻ്റെ സൗദുപദേശം കേട്ട ഗുഹൻ മനസ്സിൽ സ്വയം ആശ്വാസം കണ്ടെത്തി. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ രാമനും ലക്ഷ്മണനും കുളിച്ച് സന്ധ്യാവന്ദനം കഴിച്ചു. തോണി കൊണ്ടുവരാൻ ഗുഹനോട് പറഞ്ഞു. ഗുഹൻ വേഗം നല്ലൊരു തോണി കൊണ്ടുവന്നു.
തോണിയിൽ കയറും മുൻപേ ശ്രീരാമചന്ദ്രൻ സുമന്ത്രരെ തിരിച്ച് അയോധ്യയിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഞങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് അച്ഛനോടും അമ്മമാരോടും എല്ലാം പറയണമെന്ന് പറഞ്ഞ് സുമന്ത്രരെ അയോധ്യയിലേക്ക് തിരിച്ചയച്ചു. അങ്ങനെ അവരെ ഗംഗയുടെ അപ്പുറത്തേക്ക് എത്തിച്ചതിന് ശേഷം തന്നെയും വനവാസത്തിന് കൂടെ വരാൻ അനുവദിക്കണമെന്ന് ഗുഹൻ പറഞ്ഞു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. അങ്ങയുടെ രാജ്യത്തേക്ക് പോയി സുഖമായി വസിക്കൂ. 14 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ചു വന്ന് അങ്ങയെ കാണുന്നതാണ്. അങ്ങനെ ഗുഹൻ വിഷമിച്ചാണെങ്കിലും ശ്രീരാമചന്ദ്രനെ വിട്ടുപിരിഞ്ഞ് തിരിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് പോയി. അനന്തരം ശ്രീരാമലക്ഷ്മണന്മാർ സീതയോടൊന്നിച്ച് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൻ്റെ മുൻപിലെത്തി. ഭരദ്വാജ മുനി അവരുടെ അടുത്തെത്തി രാമനെയും ലക്ഷ്മണനെയും പൂജിച്ചു. സീതയോടുകൂടി രാമലക്ഷ്മണന്മാരെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്ന് രാത്രി അവിടെ താമസിച്ചു. പിറ്റേന്ന് രാവിലെ എണീറ്റ് നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മുനിയോട് യാത്ര പറഞ്ഞ് അവർ യാത്ര പുറപ്പെട്ടു. അടുത്തുള്ള ചിത്രകൂടത്തിൽ പോയി താമസിച്ച് കൊള്ളാൻ പറഞ്ഞ് ഭരദ്വാജ മുനി അവിടേക്കുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. ഭരദ്വാജ മുനിയുടെ ശിഷ്യന്മാർ തോണിയിൽ 3 പേരെയും യമുനാ നദി കടത്തിവിട്ടു. അങ്ങനെ രാമലക്ഷ്മണന്മാർ സീതയോടുകൂടി ചിത്രകൂട പർവ്വതത്തിൽ പുറപ്പെട്ടു. പോകുന്ന വഴിക്കാണ് വാൽമീകി മഹർഷിയുടെ ആശ്രമം. അവിടെ ചെന്ന് വാൽമീകി മഹർഷിയെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചു. അവിടെ ചെന്നപ്പോൾ താൻ ഒരു മഹർഷിയായി തീർന്ന കഥ ഈ വാൽമീകി മഹർഷി ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്. ബ്രാഹ്മണ ബാലനായി ജനിച്ചുവെങ്കിലും എൻ്റെ കുട്ടിക്കാലം മുതൽ കാട്ടളന്മാരുടെ ഇടയിലാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ ആചാരങ്ങളെല്ലാം വേടന്മാരുടേതായിരുന്നു. യൗവനാരംഭത്തിൽ ഞാനൊരു വേട സ്ത്രീയെ ഭാര്യയാക്കി. അവളിൽ എനിക്ക് പുത്രന്മാരുണ്ടായി. അങ്ങനെ എൻ്റെ കുടുംബം പുലർത്താനായി കള്ളന്മാരോട് ചേർന്ന് ഞാനും ഒരു കള്ളനായി. വില്ലും ശരവും ധരിച്ച് കാണുന്നവർക്ക് ഒരു അന്തകനെ പോലെ ഭയങ്കരനായി മോഷ്ടിച്ചും തട്ടിപ്പറിച്ചും ഞാൻ കാട്ടിൽ സഞ്ചരിച്ചു വന്നു. എൻ്റെ മുൻപിൽ എത്തിപ്പെട്ടാൽ വഴിപോക്കരുടെ ധനവും പ്രാണനും നഷ്ടപ്പെടുമെന്ന് തീർച്ചയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ സൂര്യനെ പോലെ തേജസ്വികളായ 7 മഹർഷിമാരെ കണ്ടു. അവരുടെ സർവസ്വവും തട്ടിപ്പറിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കൂ നിൽക്കൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ പിന്നാലെ ഓടിച്ചെന്നു. തട്ടിപ്പറിക്കാൻ കഴിയാത്ത, വിലമതിക്കാനാവാത്ത സ്വത്താണ് അവരുടേതെന്ന് എനിക്കപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ മഹർഷിമാർ തിരിഞ്ഞു നിന്ന് എന്നോട് ചോദിച്ചു, നീച്ച ബ്രാഹ്മണ, നീ എന്തിനാണ് ഞങ്ങളുടെ പിന്നാലെ ഓടി വരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ധനം തട്ടിപ്പറിക്കാനാണ് ഞാൻ വന്നത്. എനിക്ക് ഭാര്യയും കുട്ടികളുമുണ്ട്. അവരുടെ വിശപ്പ് മാറ്റാനാണ് ഞാൻ വഴിയാത്രക്കാരുടെ കയ്യിൽ നിന്നും ധനം തട്ടിപ്പറിക്കുന്നത്. ഇതാണ് എൻ്റെ ഉപജീവന മാർഗം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സത്യസന്ധനായിട്ട് ഞാൻ കാര്യം പറഞ്ഞതിനാൽ ഒരുപക്ഷെ അതായിരിക്കാം എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റത്തിനു കാരണം. അപ്പോൾ മഹർഷിമാർ എന്നോട് പറഞ്ഞു, ശരി, നീ വീട്ടിൽ പോയി ഭാര്യയോടും മക്കളോടും ചോദിക്കൂ. നിങ്ങളെ പോറ്റുവാനായി ഞാൻ അനേകം പാപകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ആ പാപത്തിൻ്റെ ഫലം നിങ്ങളും കൂടി അനുഭവിക്കുമോ എന്ന് നീ വീട്ടിൽ പോയി ചോദിച്ചിട്ട് വരൂ. അതുവരെയും ഞങ്ങളിവിടെ നിനക്ക് വേണ്ടി കാത്തു നിൽക്കാം എന്ന് ഋഷികൾ എന്നോട് പറഞ്ഞു. സപ്തഋഷിമാരുടെ നിർദ്ദേശപ്രകാരം ഞാൻ വീട്ടിൽ ചെന്ന് ഇതുപോലെ തന്നെ ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞത്, അവനവൻ ചെയ്യുന്ന പാപങ്ങളുടെ ഫലം അവനവൻ തന്നെ ഒറ്റയ്ക്ക് അനുഭവിക്കണം. ഞങ്ങൾക്ക് അതിലൊരു പങ്കുമില്ല എന്നവർ തീർത്തു പറഞ്ഞു. അതോടെ ഞാൻ നിരാശനായി വില്ലും ശരങ്ങളും വലിച്ചെറിഞ്ഞു. കാരുണ്യം നിറഞ്ഞ മനസ്സോടെ എന്നെ കാത്തു നിൽക്കുന്ന മഹർഷിമാരുടെ അടുത്തേക്ക് ഞാൻ ഓടിച്ചെന്നു. അവരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അവരുടെ ദർശനമാത്രയാൽ തന്നെ എൻ്റെ മനസ്സ് ശുദ്ധമായി. ഞാൻ പറഞ്ഞു, മുനിശ്രേഷ്ഠന്മാരെ, നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന എന്നെ രക്ഷിക്കണേ. അങ്ങനെ പറഞ്ഞ എന്നോട്, നീ എഴുന്നേൽക്കൂ, നിനക്ക് നന്മ വരുവാനും ശ്രേയസ്സിനുമുള്ള വഴി ഞങ്ങൾ ഉപദേശിക്കാം എന്ന് പറഞ്ഞ് അവർ എന്നെ ആശ്വസിപ്പിച്ചു. അവർ തമ്മിൽ പറഞ്ഞു, ഇവൻ ദുഷ്ടനാണ്, എങ്കിലും നമ്മളെ ശരണാഗതി പ്രാപിച്ചതിനാൽ ഇവനെ മോക്ഷത്തിനുള്ള മാർഗം നമുക്ക് പറഞ്ഞു കൊടുക്കാം. രാമ എന്നത് അങ്ങയുടെ നാമം അവർ മര എന്ന് പറഞ്ഞു തന്നു. ഇത് ഏകാഗ്രമായി ഇവിടെ ഇരുന്ന് ജപിക്കൂ. ഞങ്ങൾ വീണ്ടും വരുന്നത് വരെ നിർത്താതെ ജപിച്ചു കൊള്ളുക. നിനക്ക് നന്മ വരും എന്ന് പറഞ്ഞ് സപ്തഋഷികൾ പോയി.
അവർ പറഞ്ഞു തന്നതുപോലെ ഞാൻ മര മര എന്ന് രണ്ടക്ഷരങ്ങൾ ഏകാഗ്രതയോടെ ജപിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അത് രാമ എന്ന അങ്ങയുടെ തിരുനാമമായി മാറി. ജപത്തിൽ ഏകാഗ്രത വർദ്ധിച്ചതോടെ ഞാൻ എൻ്റെ ശരീരത്തെ മറന്നു. നിസ്സംഗനായി ജപിച്ചുകൊണ്ട് തപസ് ചെയ്തിരുന്ന എനിക്ക് ചുറ്റുവന്ന് മൂടി. അതും ഞാൻ അറിഞ്ഞില്ല. രാമനാമം മാത്രം ഞാൻ ഏകാഗ്രതയോടെ ജപിച്ചു. ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്ന ഞാൻ വർഷങ്ങൾ പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഒരിക്കൽ ഈ 7 മഹർഷിമാർ വീണ്ടും ആ വഴിക്ക് വന്നപ്പോൾ പുറ്റ് എന്നതിനെ വാത്മീകം എന്നാണ് പറയുന്നത്. അങ്ങനെ പുറ്റിൻ്റെ ഉള്ളിൽ നിന്നും ഉള്ള രാമനാമ ജപം കേട്ട് സന്തുഷ്ടരായ അവർ പുറത്തേക്ക് വരൂ എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ പുറ്റിൽ നിന്നും പിളർന്നു വന്ന ഞാൻ സപ്തഋഷിമാരെ നമസ്കരിച്ചു. അവർ അരുളി ചെയ്തു, മുനീശ്വര, അങ്ങ് ഇന്നു മുതൽ വാത്മീകി എന്ന പേരിൽ അറിയപ്പെടും. വാത്മീകത്തിൽ നിന്ന്, അതായത് പുറ്റിൽ നിന്നും പുറത്തു വന്ന അങ്ങയുടെ 2ാം ജന്മമാണ് ഇത്. വാത്മീകത്തിൽ നിന്നും ജനിച്ചവൻ എന്ന അർത്ഥത്തിലാണ് ഞങ്ങൾ അങ്ങേക്ക് വാത്മീകി എന്ന പേര് നൽകിയത്. ഇങ്ങനെ തൻ്റെ പൂർവകഥ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞ് ആ തിരുനാമത്തിൻ്റെ മഹാത്മ്യത്തെ ഒന്നുകൂടെ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുത്തി തരികയാണ് ആ സന്ദർഭത്തിൽ എഴുത്തച്ഛൻ ചെയ്തത്. തങ്ങൾക്ക് സുഖമായി താമസിക്കാൻ ഒരു ഇടം കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ വാത്മീകി മഹർഷി പറഞ്ഞു, മന്ദാകിനി നദിയുടെയും ചിത്രകൂട പർവ്വതത്തിൻ്റെയും മധ്യത്തിൽ 2 പർണശാലകൾ നിർമ്മിച്ചിട്ട് അവിടെ താമസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ചുറ്റിലും വാത്മീകി മഹർഷിയെ പോലുള്ള മറ്റു മഹർഷിമാരുടെ സാന്നിധ്യത്തിൽ സുഖമായിട്ട് അവർ ചിത്രകൂടത്തിൽ താമസിക്കുവാൻ തുടങ്ങി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൾ.